PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാം. പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. അക്കാദമി ഓഫ് പൾമണറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ദേശീയ സമ്മേളനമായ പൾമാകോൺ 2025 വേദി കുമരകം. അക്കാദമി ഓഫ് പൾമണറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ദേശീയ സമ്മേളനമായ പൾമാകോൺ 2025 വേദി കുമരകം. 2025 സെപ്റ്റംബറിൽ ഏത് രാജ്യത്തെ ആദ്യ വനിതാ അറ്റോർണി ജനറലായാണ് സബിത ഭണ്ഡാരി നിയമിതയായത്? നേപ്പാളിന്റെ അറ്റോർണി ജനറലായിട്ടാണ് സബിത ഭണ്ഡാരി. ഡ്രീംസ് ഓഫ് എ ഡ്രീമർ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിന്റെ രചയിതാവാണ് അനസൂയ ഷാജി. ഡ്രീംസ് ഓഫ് എ ഡ്രീമർ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിന്റെ രചയിതാവാണ് അനസൂയ ഷാജി. 2025 സെപ്റ്റംബറിൽ ആചാര്യ ദേവവ്രത് ഏതു സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? മഹാരാഷ്ട്ര. 2025 സെപ്റ്റംബറിൽ ആചാര്യ ദേവവ്രത് ഏതു സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? മഹാരാഷ്ട്ര. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് കോവളത്താണ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് എവിടെയാണ്? കോവളം. 2025 സെപ്റ്റംബറിൽ പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യമാണ് ചൈന. 2025 സെപ്റ്റംബറിൽ പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യമാണ് ചൈന. രാജ്യത്തെ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളത്തിലാണ്. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പലാണ് PDI 1383 ഹരിദ്രാസ്. 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പലാണ് PDI 1383 ഹരിദാസ്രൻ. ഐക്യരാഷ്ട്രസഭ UN ജനറൽ അസംബ്ലിയുടെ 80ാം സെഷനിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷൂറ ന്യൂയോർക്കിലെത്തി. 1967 ഒരു സിറിയൻ പ്രസിഡന്റ് ഇതിനു മുമ്പ് UN ജനറൽ അസംബ്ലി സെഷനിൽ പങ്കെടുത്തത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ 80ാം സെഷനിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷാറ ന്യൂയോർക്കിലെത്തി. 1967 ഒരു സിറിയൻ പ്രസിഡന്റ് ഇതിനു മുമ്പ് UN ജനറൽ അസംബ്ലി സെഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. ബാലൻദ്യോർ പുരസ്കാരം. കഴിഞ്ഞ സീസണിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻദ്യോർ പുരസ്കാരം ഫ്രഞ്ച് വിങ്ങർ ഒസ്മാന ഡെംബല്ലയ്ക്ക്. ഫ്രഞ്ച് ക്ലബ്ബ് PSG നടത്തിയ തകർപ്പൻ പ്രകടനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. കഴിഞ്ഞ സീസണിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻദ്യോർ പുരസ്കാരം ഫ്രഞ്ച് വിങ്ങർ ഒസ്മാന ഡെംബല്ലയ്ക്ക്. ഫ്രഞ്ച് ക്ലബ്ബ് PSG നടത്തിയ തകർപ്പൻ പ്രകടനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റി തുടർച്ചയായി 3ാം വർഷവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഐറ്റാന ബോൺമാറ്റിയാണ് വനിതാ താരം. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ നേടി. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ നേടി. മികച്ച കോച്ചായി PSG ലൂയി എൻറിക്ക തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കോച്ചായിട്ട് PSG ലൂയി എൻറിക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭ്രമണപഥത്തിലുള്ള ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അംഗരക്ഷരായി ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ഇന്ത്യ. ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തെ തിരിച്ചറിയുകയും പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാണ് ബോഡി ഗാർഡ് ഉപഗ്രഹങ്ങൾ. ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദി റഷ്യയാണ്. ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദി റഷ്യ. സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച് ഇസ്രായേലിന്റെയും US-ന്റെയും സഖ്യകക്ഷിയായ ഫ്രാൻസ്. സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച് ഇസ്രായേലിന്റെയും US-ന്റെയും സഖ്യകക്ഷിയായ ഫ്രാൻസ്.
2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയറാണ് ഹരോൾഡ് ഡിക്കി ബേർഡ്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയറാണ് ഹരോൾഡ് ഡിക്കി ബേർഡ്. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ ഇന്ത്യയിലെത്തിച്ച് വിറ്റെന്ന കേസിൽ സംസ്ഥാനത്തെ കസ്റ്റംസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ നുംഗോർ. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ ഇന്ത്യയിലെത്തിച്ച് വിറ്റെന്ന കേസിൽ സംസ്ഥാനത്തെ കസ്റ്റംസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ നുംഗോർ. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക രാജഹംസം. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറക്കുന്ന മാസികയാണ് രാജഹംസം. രാജ്ഭവനിൽ നടന്ന പ്രധാന പരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നടപടികൾ എന്നിവ മാസികയിൽ ഇടം പിടിക്കും. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.